അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ നയതന്ത്ര ഇടപെടലിന് അപേക്ഷിച്ച ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിരപരാധിയായ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കാൻ ഏപ്രിൽ 16 മുമ്പ് 34 കോടി രൂപ മോചനദ്രവ്യം നൽകേണ്ടതുണ്ട്. 18 കൊല്ലത്തെ ജയിൽവാസം, മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ 1 മാസത്തിനകം വധശിക്ഷ. ആശ്രയമറ്റു കഴിയുന്ന അബ്ദുൾ റഹീമിന് കൈത്താങ്ങാകാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെയും സംഘത്തിന്റെയും ശ്രമം. 1 കോടി രൂപ സ്വന്തം നിലയിൽ സംഭാവന നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിലും ഒരുമിച്ച് ചേർന്നാൽ 34 കോടി രൂപ ആർക്കും അപ്രാപ്യമായൊരു തുകയല്ലെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പക്ഷം. മോചനദ്രവ്യം സമാഹരിക്കുന്നതിനായി ബോച്ചെ യാചക യാത്ര ഏപ്രിൽ 8 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. തുടർന്ന് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, കോളേജുകൾ, തെരുവോരങ്ങൾ തുടങ്ങിയ എല്ലാ പൊതു ഇടങ്ങളിലും ജനങ്ങളോട് യാചിക്കാൻ ബോച്ചെ നേരിട്ടെത്തും. ഗൾഫിൽ ജോലിക്ക് ചേർന്ന് ദിവസങ്ങൾക്കകമാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് മനഃപൂർവ്വമല്ലെങ്കിലും അബ്ദുൾ റഹീം കാരണമാകുന്നത്. ഭിന്നശേഷിക്കാരനായ കുട്ടി വാഹനത്തിൽ വച്ച് അസ്വസ്ഥനായപ്പോൾ സമാശ്വസിപ്പിക്കാൻ അബ്ദുൾ റഹീമും ശ്രമിച്ചു. ഇതിനിടെ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ യന്ത്രത്തിൽ കൈതട്ടി പ്രവർത്തനം നിലച്ചു. അതോടെ കുട്ടി മരണമടയുകയും ചെയ്തു. അബ്ദുൾ റഹീമിന് കോടതി തടവും വധശിക്ഷയും വിധിച്ചു. 34 കോടി രൂപ ദയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം സമ്മതിച്ചത്. ഇത്ര വലിയ തുക ഒരുമിച്ച് സമാഹരിക്കാൻ കുടുംബത്തിനാകാത്ത സാഹചര്യമാണ് ബോബി ചെമ്മണ്ണൂരിനെയും സംഘത്തെയും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഭിക്ഷയാചിക്കാൻ ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈ സമയപരിധി നീട്ടിക്കിട്ടുന്നതിനായി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരനും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിവേദനം നൽകി. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 1.5 കോടി രൂപയോളം അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന നൽകിയ ബോച്ചെ ഫാൻസ് മെമ്പേഴ്സിനോടും മറ്റ് അഭ്യുദയകാംക്ഷികളോടും ബോച്ചെ പ്രത്യേക നന്ദി അറിയിച്ചു. അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ട്രസ്റ്റിന്റെ QR കോഡ് പൊതുജനങ്ങളെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ചും പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്നും ആപ്പ് നേരിട്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചും ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന അയപ്പിക്കുക എന്ന സേവനം മാത്രമാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നത്. സംഭാവന ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കോ അവരുടെ മറ്റു സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്കോ സ്വീകരിക്കുന്നതല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സാമ്പത്തിക ഇടപാടുകളും ബോച്ചെ നേരിട്ടോ അല്ലാതെയോ നടത്തുന്നില്ല എന്നും അറിയിച്ചു.